ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 22-ാം ദശകം പാരായണം ചെയ്യാൻ പോവുകയാണ്. 22-ാം ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ, പ്രത്യേകിച്ച് നാരായണൻ എന്നുള്ള ആ പേരിനെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ്. എന്ത് തെറ്റ് ചെയ്താലും നാരായണ എന്നുള്ള ആ ഒരു ജപത്തിലൂടെ നമുക്ക് നല്ല സ്വഭാവം വരാനും മുക്തി നേടാനും സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഈ ദശകത്തിൽ പറയാൻ പോകുന്നത്. അജാമിളൻ്റെ കഥ. അജാമിള മോക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭട്ടതിരി അത് ഒരു ദശകത്തിൽ ആ കഥ വിവരിക്കുകയാണ്. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമേ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലം കുലടാം മദാകുലം. പണ്ട് അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ധർമ്മിഷ്ഠനും ഗൃഹസ്ഥാശ്രമിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച്, ഗുരു തൻ്റെ അച്ഛൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം വനത്തിലേക്ക് പോയി. എന്തിനാണ്? യാഗം നടത്താനോ അല്ലെങ്കിൽ ഹോമം നടത്താനോ ഉള്ള പദാർത്ഥങ്ങൾ ശേഖരിക്കാനായിരിക്കാം അദ്ദേഹം പോയത്. ഗൃഹസ്ഥാശ്രമി ആയിട്ടുള്ള അദ്ദേഹം അവിടെ വെച്ച് ദൈവഗതിയുടെ അനിവാര്യത കൊണ്ടാകാം ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ധർമ്മിഷ്ഠയൊന്നും ആയിരുന്നില്ല. സുധൃഷ്ടശീലയും മദാകുലയും ആയ ഒരു കുലടയായിരുന്നു. എന്തിനും പോന്ന, ഒരു ധർമ്മവും ആചരിക്കാത്ത ഒരു സ്ത്രീയാണ് അദ്ദേഹം കണ്ടുമുട്ടിയത്. ആ സ്ത്രീയെ കണ്ടുമുട്ടിയതിലൂടെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമേ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലം കുലടാം മദാകുലം. ഇരുപത്തിരണ്ടാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമന് അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദധൗ ഭവന്നാമയുതേ സുധീരിതിം. സ്വതഃ പ്രശാന്തഃ അഭി, സ്വഭാവം കൊണ്ട് വളരെ ശാന്തശീലനാണ് അജാമിളൻ. എങ്കിൽ പോലും തഥാഹൃദാശയ, ആ കുലടയാൽ അപഹരിക്കപ്പെട്ട ആശയത്തോടു കൂടിയവനായി, സ്വധർമ്മം ഉത്സൃജ്യ, തൻ്റെ ധർമ്മത്തെ വെടിഞ്ഞിട്ട്, തയാ സമാരമന്, അവളോടുകൂടി രമിക്കുന്നവരായി, അധർമ്മകാരി ദശമി ഭവൻ,
അധർമ്മകാരിയായിത്തീർന്നു. അങ്ങനെ വൃദ്ധനായി ഭവിച്ചു. പുനഃ ഭവന്നാമയുതേ സുതേ രതും ദതു. അങ്ങനെ ആ വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന് ആ മകന് ഭഗവാന്റെ നാമമാണ് ഇട്ടത്, നാരായണനെന്ന്. അപ്പോൾ അവസാന കാലത്ത് എന്തോ ആ കുട്ടിയോട് വളരെയധികം ഇഷ്ടവും പ്രേമവും ഒക്കെ അജാമിളന് തോന്നി. അജാമിളൻ മദാലസിയായ ആ പെണ്ണിൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആകർഷണത്തിൽ ജീവിച്ചു വന്ന് അവളെ സന്തോഷിപ്പിക്കാനായി മറ്റ് അധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കേണ്ടി വന്നു. ദീർഘകാലം അവളുമായിട്ട് രമിച്ചു കഴിഞ്ഞു. ആ ബന്ധത്തിൽ അയാൾക്ക് 10 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. വാർദ്ധക്യം ബാധിച്ചപ്പോൾ അവളിലുള്ള ആ ഒരു രതി കുറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനായ നാരായണനോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായത്. മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വന്നു. എപ്പോഴും നാരായണ നാരായണ എന്ന് ആ മകനെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലെ ആയിത്തീർന്നു അയാളുടെ ജീവിതം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. ഇന്ന് 22-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീനഭിലക്ഷയൻ വിയാ പുരാമനാത് സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണനാമകം സുതം. സഹ ജാമിളൻ മൃത്യുകാലേ, അദ്ദേഹത്തിന് വയസ്സായി, മരിക്കാനുള്ള സമയമായി, മരണത്തിലേക്കുള്ള സമയം അടുത്തു എന്നാണ് കരുതിയത്. ഭയങ്കരാൻ സ്ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് ഈ യമൻ, നമുക്കറിയാമല്ലോ യമൻ എന്ന് പറയുന്നതാണ് മരണത്തിൻ്റെ ആള്. അപ്പോൾ മരിക്കേണ്ട സമയമാകുമ്പോൾ ഈ യമരാജാവിൻ്റെ കിങ്കരന്മാർ കയറുമായിട്ട് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ മരിക്കാൻ പോകുന്ന ആൾക്ക് അത് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ 3 യമരാജ കിങ്കരന്മാരെ അദ്ദേഹം കണ്ടു. ഭിയാ, അദ്ദേഹത്തിന് ഭയം ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? പണ്ടുണ്ടായിരുന്നതും അല്പമെങ്കിലും ശേഷിച്ചിട്ടുള്ളതുമായ, അതായത് ആദ്യമൊക്കെ അദ്ദേഹം നല്ലവനായിരുന്നു. അന്ന് ഭഗവാനോടുള്ള ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നീടാണ് ഭാര്യ വന്നപ്പോൾ ആകെ പ്രശ്നമായത്. അപ്പോൾ ആ ആദ്യകാലത്ത് ആ ഒരു സ്മരണ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് ഈ അവസാന കാലം യമകിങ്കരന്മാരെ കണ്ടപ്പോൾ ഭയപ്പെട്ട് അദ്ദേഹം തൻ്റെ ഇളയ മകനെ പേരെടുത്ത് വിളിച്ചു. നാരായണ നാരായണ എന്ന് പറഞ്ഞ് വിളിച്ചു. ഈ മകനെ പേരെടുത്ത് വിളിക്കുമ്പോൾ അത് നാരായണൻ മകനെ പോലെ തന്നെ ഭഗവാനും കേട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? സമൃത്യുകാലേ യമരാജകിങ്കരൻ ഭയങ്കരാ സ്ത്രീനഭിലക്ഷിതാൻ അഭിലക്ഷയൻ പുരാമന തസ്മൃതിവാസനാ ബലാ
ജുഹാവ നാരായണ നാമകം സുതം. നാലാമത്തെ ശ്ലോകമാണിന്ന്. ദുരാശയസ്യാപി തദാ ത്വനിർഗത ത്വദീയനാമാക്ഷര മാത്ര വൈഭവാത് പുരോപി ദുർഭവദീയ പാർഷദ ചതുർഭുജ പീതപട മനോഹരാക. അജാമിളൻ ഭക്തനൊന്നും ആയിരുന്നില്ല. മോശപ്പെട്ട ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അധർമ്മം ആചരിച്ച് കഴിയുന്നവനാണ്, ജീവിതം കഴിയുന്നവനാണ്. അയാളുടെ മനസ്സ് ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞു എന്ന് കവി പറയുന്നില്ല. പിന്നെയോ യമദൂതന്മാരെ കണ്ട് ഭയന്ന് തൻ്റെ വാത്സല്യ ഭാജനമായ മകനെ ഉറക്കെ വിളിച്ചുപോയി. നാരായണ നാരായണ എന്ന് വിളിച്ചുപോയി. പക്ഷേ ആ വിളി ഭഗവാന്റെ നാമമായതുകൊണ്ട് എന്തുണ്ടായത്? നാരായണ ശബ്ദം കേട്ട ഉടൻ വിഷ്ണു പാർഷദന്മാർ, വിഷ്ണുവിൻ്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അജാമിളൻ്റെ മുമ്പിലെത്തി. അജാമിളൻ്റെ മറ്റേതെങ്കിലും കർമ്മത്തിൻ്റെ ഫലമായല്ല ദൂതന്മാരവിടെ, വിഷ്ണു ദൂതന്മാരവിടെ എത്തിയത്. പിന്നെയോ നാരായണ എന്നുള്ള ആ നാമം കേട്ടിട്ടാണ്. തങ്ങളുടെ ഭഗവാനെ വിളിക്കുകയാണല്ലോ, അപ്പോൾ എന്തോ അജാമിളന് അല്ലെങ്കിൽ ഈ മനുഷ്യന് എന്തോ ഒരു ആപത്തുണ്ട് എന്ന് വിചാരിച്ചാണ് വിഷ്ണു പാർഷദന്മാർ അവിടെ എത്തിയത്. അങ്ങനെ വിഷ്ണു പാർഷദന്മാർ മുമ്പിലെത്തിയപ്പോഴേ അജാമിളന് യമകിങ്കരന്മാരെ കാണാൻ കഴിഞ്ഞില്ല. അത് മറഞ്ഞുപോയി. ആ സ്ഥാനത്ത് കണ്ടത് ചതുർഭുജങ്ങളും പീതവസ്ത്രം ധരിച്ച വൈഷ്ണവ ചിഹ്നങ്ങളുള്ള ഭഗവാന്റെ രൂപങ്ങളാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. ആ സൗന്ദര്യം അജാമിളൻ്റെ ദുരാശയത്തെയും ആകർഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എത്ര ഉണ്ടായാലും പഴയ ഒരു ഓർമ്മ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം അല്ലേ? അതുകൊണ്ടാണ് പേടിച്ചാണെങ്കിലും ഭഗവാനെ വിളിച്ചു എന്ന് അവിടെ നമുക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വിഷ്ണു പാർഷദന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി ആ ഭയം നീക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ദുരാശയസ്യാപി തദാ ത്വനിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിവേ ദുർഭവദീയ ഭാഷദ ചതുർഭുജ പീതപട മനോഹരാക. ഇന്ന് 22-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. അമും ച സംപാശ്യ വികർഷതോ ബടാൻ വിമുഞ്ചതേത്യാരുരുധു ബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയന്. ഈ വിഷ്ണു പാർഷദർ എന്ത് ചെയ്തു? അജാമിളനെ പാശബന്ധനാക്കി കയറുകൊണ്ട് മുറുക്കുകയും വരിക്കുകയാണ് ആര്? യമഭടന്മാർ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആളുകൾ വന്ന് അവരെ ബലമായി തടഞ്ഞു. അദ്ദേഹത്തെ മോചിപ്പിക്കൂ, കയറുകൊണ്ട് കെട്ടണ്ട, മോചിപ്പിക്കൂ എന്ന്. അപ്പോൾ യമഭടന്മാർ അജാമിളൻ്റെ പാപങ്ങളെല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. അദ്ദേഹം ചെയ്ത പാപകർമ്മങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ യമകിങ്കരന്മാർ വിഷ്ണു പാർഷദന്മാരെ അറിയിച്ചു.
ഈ യമകിങ്കരന്മാർക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ വിഷ്ണു പാർഷദർ വിഷ്ണുവിൻ്റെ ആളുകളെ തങ്ങളെ തടഞ്ഞതെന്ന്. അല്ലേ, സമയമായി യമൻ തങ്ങളോട് ഒരു ആത്മാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. തങ്ങളും കയറും പൊക്കി അദ്ദേഹത്തെ കൊണ്ടുവരാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരാൾ വന്നിട്ട് തടയുന്നത്. അല്ലേ, അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതാണ് ഇന്നത്തെ ശ്ലോകം. അമും ച സംപാശ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദമീ നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയന്. ഇന്ന് 6ാമത്തെ ശ്ലോകമാണ്. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേപി ഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതിക്കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഭോ പണ്ഡിതാഃ, അല്ലയോ പണ്ഡിതന്മാരെ, പാപാനി ഭവന്തു, പാപങ്ങളുണ്ടായിക്കോട്ടെ, പാപം ചെയ്തവരായിക്കോട്ടെ, നിഷ്കൃതേ കൃതേ അഭി, അതിന് പ്രായശ്ചിത്തം ചെയ്യപ്പെട്ടാലും, കഥം തു ദണ്ഡനമസ്തി, എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക, ശിക്ഷ എങ്ങനെയാണോ ഉണ്ടാവുക, ഭവാദൃശാം നിഷ്കൃതി വിദിതാനക്കിം, നിങ്ങൾക്ക് ഈ പ്രായശ്ചിത്തം ചെയ്തവരെ ശിക്ഷിക്കാൻ പാടില്ല, പ്രായശ്ചിത്തം ചെയ്തവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്രകാരം അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പുരുഷന്മാർ പുരുഷാഹ ബഭാഷിരേ പറഞ്ഞു. ഇവിടെ അജാമിളൻ്റെ പാപങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞു കൊടുത്തു യമഭടന്മാരെ. അല്ലേ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യവും പറഞ്ഞു. അപ്പം വിഷ്ണു ഭാഷകന്മാരെന്താ പറയുന്നത്? നിങ്ങൾ പണ്ഡിതന്മാർ തന്നെയാണ്, ശരി, പാപങ്ങൾക്ക് ശിക്ഷയൊക്കെ നൽകണം. പക്ഷേ പാപങ്ങൾ ഇയാളെ ചെയ്തിട്ടുണ്ടാവാം, അവയ്ക്കെല്ലാം പ്രായശ്ചിത്തവും ചെയ്തു കഴിഞ്ഞു. എങ്ങനെ? അപ്പോൾ തെറ്റ് ചെയ്ത ആൾ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ല, ശിക്ഷ അയാൾ അർഹിക്കുന്നില്ല. ഇവിടെ എന്താണ് പ്രായശ്ചിത്തം എന്ന് ചോദിച്ചാൽ, അത് തൻ്റെ ദുഷ്കൃതികളെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി അദ്ദേഹം കുറേ നാളുകളായി ഭഗവാനെ വിളിക്കുന്നുണ്ട്. തൻ്റെ മകനെ വിളിക്കുകയാണെങ്കിലും അത് ഭഗവാനെ വിളിച്ച പോലെ തന്നെയാണ് നാരായണ എന്ന ശബ്ദം. അത് ഉച്ചരിച്ച നിമിഷത്തിൽ താൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം തന്നെ പ്രായശ്ചിത്തമായി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്. അതായത് ഏതേനൈവാഖ്യ ഖോനോസ്യ കൃതം സ്യാദകനിഷ്കൃതം യഥാ നാരായണായേതി ജഗാത ചതുരക്ഷരം. നാരായണ എന്നുള്ള ആ ഒരു 4 അക്ഷരം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പാപങ്ങൾ മുഴുവനും നശിച്ചു പോകും. അപ്പോൾ ആ ഒരു നാമത്തിൻ്റെ ഒരു വിലയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതിക്കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഇന്ന് 7ാമത്തെ ശ്ലോകമാണ്. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ ഭ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനം അനന്തസേവാതു നിഗൃന്ദതി ദ്വയീമിതി പ്രബോധത് പുരുഷാ ബഭാഷിരേ.
വിഷ്ണു പാർഷദന്മാർ യമകിങ്കരന്മാരോട് വീണ്ടും ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് സംഭാഷണം നടത്തുകയാണ്. എന്താണ്? ശ്രുതി സ്മൃതിഭ്യാം, ശ്രുതികളാലും സ്മൃതികളാലും വിഹിതാഹ വ്രതാദയ, വിധിക്കപ്പെട്ടവയായ വ്രതം തുടങ്ങിയവ പാപം പുനന്തി, പാപത്തെ നശിപ്പിക്കുന്നു. പാപത്തെ പുനന്തി എന്നാണ്, നശിപ്പിക്കുന്നു എന്നല്ല, ശുദ്ധീകരിക്കുന്നു. വാസനാം നുനന്തി, എന്നാൽ ആ പാപം ചെയ്യാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രുതികളും സ്മൃതികളും ഒക്കെ വായിച്ച് അതനുസരിച്ച് ജീവിച്ചാലും ഈ ചെയ്യുന്ന ആ ഒരു മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയും. പക്ഷേ ആ വാസനയെ, പാപം ചെയ്യാനുള്ള വാസനയെ അത് നശിപ്പിക്കുന്നില്ല. അനന്തസേവാത്തു, അനന്തനായ ഭഗവാനെ സേവിക്കലാവട്ടെ, ദ്വയീം നികൃന്തതി, രണ്ടിനെയും നികൃന്ദനം ചെയ്യുന്നു, നശിപ്പിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ യമകിങ്കരന്മാരോട് നമ്മുടെ വിഷ്ണു ഭാഷകന്മാർ പറഞ്ഞു. അതായത് പാപശാന്തിക്ക് വേണ്ടി നമ്മൾ ശ്രുതികളും സ്മൃതികളും ഒക്കെ നിർദ്ദേശിക്കുന്ന വ്രതങ്ങളും മറ്റും പൂജകളും ഒക്കെ ചെയ്യും. അവ പാപത്തെ തീർച്ചയായും നശിപ്പിക്കും. പക്ഷേ അവ പാപകർമ്മങ്ങൾക്ക് പ്രേരകമാകുന്ന സഹജ വാസനകളെ നശിപ്പിക്കുന്നില്ല. പാപത്തിന് പ്രേരണ നൽകുന്ന വാസനയും നശിച്ചാലേ വ്യക്തി പാപവിമുക്തനാകുന്നുള്ളൂ. അല്ലേ? നമ്മൾ പാപമൊക്കെ ചെയ്തിട്ട് കുറേ വ്രതം അനുഷ്ഠിച്ചു, അല്ലെങ്കിൽ കുറേ പൂജകൾ ചെയ്തു, കുറേ ഹോമങ്ങൾ ചെയ്തു എന്ന് വെച്ച് അത് നശിക്കുമായിരിക്കും. പക്ഷെ വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രേരണ അത് നശിക്കില്ല. അപ്പം അതിന് നമ്മൾ ഭഗവാനെ സേവിക്കുക മാത്രമാണ് അതിനുള്ള എളുപ്പ വഴി. ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. ഭഗവാൻ ആദിയും അന്തവും ഒന്നുമില്ല, അവസാനവും ഒന്നും ഇല്ലാത്തവനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനന്തവിഭൂതിമാനായ ഭഗവാനെ സേവിക്കുന്നത് അനന്തമായി വേണം. അനന്തമായ ഭഗവതാരാധന എല്ലാ പാപങ്ങൾക്കും അന്തം വരുത്തും എന്നും വേണമെങ്കിൽ പറയാം. അല്ലേ? അതായത് പാപം ചെയ്തിട്ട് നമുക്കറിയാം നമ്മൾ പാപമാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ ഒക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഒരു ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് ചോദിക്കും, ഇതിനെന്താണ് ഒരു പരിഹാരം? ശരി, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന അമ്പലത്തിൽ പോയി പൂജ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന് ഹോമം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ ചെയ്ത പാപത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ പിന്നെയും ചിലപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ തോന്നാം. ആ വാസന ഇല്ലാതാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമത്തെ എന്നും ഉച്ചരിക്കുക, ദിവസേന ഉച്ചരിക്കുക, ഏത് നേരവും ഉച്ചരിക്കുക. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ നാമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാപം ചെയ്യാനോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് തോന്നില്ല. അതാണ് ഇവിടെ വിഷ്ണു പാർഷദന്മാർ യമന്റെ കിങ്കരന്മാരോട് വീണ്ടും പറഞ്ഞത്. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ തത്പുരുഷാബഭാഷിരേ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വവിനിഷ്കൃതി കൃത യദഗ്രഹീനാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. കഴിഞ്ഞില്ല വിഷ്ണു പാർഷദന്മാരുടെ യമ കിങ്കരന്മാരോടുള്ള പ്രഭാഷണം. അല്ലയോ യമകിങ്കരന്മാരെ, സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത
പാപങ്ങൾക്കെല്ലാം ഇവൻ ഈ അജാമിളൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എങ്ങനെയെന്നാൽ ഇവൻ ശ്രീഹരിയുടെ നാരായണന്റെ നാമം ഉച്ചരിച്ചല്ലോ. ജന്മങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ ജന്മത്തിലും അന്യ ജീവികൾക്ക് ദുഃഖവും വേദനയും ഉണ്ടാക്കുന്നവയും ആത്മനാശകരങ്ങളുമായ പല കൃത്യങ്ങളും അറിഞ്ഞും അറിയാതെയും നമുക്ക് ചെയ്യേണ്ടി വരും, അല്ലേ? ഒരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പുണ്യകർമ്മങ്ങളെക്കാൾ പാപകർമ്മങ്ങളായിരിക്കും അധികം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ആ പാപകർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന് ആണ് വിഷ്ണു ഭാഷകർ ഈ ഉത്തരം നൽകുന്നത്. അജാമിളൻ ഒരൊറ്റ തവണ നാരായണനാമം ഉച്ചരിച്ചു. അതുകൊണ്ട് തന്നെ സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം തന്നെ അത് പ്രായശ്ചിത്തമായി. ഭയാകുലനായിട്ടാണ് അജാമിളൻ ഇപ്പോൾ വിളിച്ചത്. യമകിങ്കരന്മാരെ കണ്ട് പേടിച്ച തൻ്റെ മകനെ വിളിച്ചതാണ്. എങ്കിലും ആ ഒരു നാമം വിളിച്ചത് കൊണ്ട് കരുണാമയനായ ഭഗവാൻ ബോധപൂർവം അല്ലെങ്കിൽ പോലും തൻ്റെ നാമം ഉച്ചരിച്ചുവല്ലോ. അതുകൊണ്ട് എത്ര പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അവൻ്റെ എല്ലാ പാപങ്ങളും നശിച്ചതായിട്ട് കണക്കാക്കി. അങ്ങനെ ഭഗവാന്റെ നാമത്തിന് അങ്ങനെ ഒരു മന്ത്രശക്തിയുണ്ട് എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃത യദഗ്രഹീൻ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ തത്പുരുഷാ ബഭാഷിരേ. ഇന്ന് 9ാമത്തെ ശ്ലോകമാണ്. നൃണാമബുദ്ധ്യാപി മുകുന്ദകീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിധി പ്രഭോ തത്പുരുഷാ ബഭാഷിരേ. അബുദ്ധ്യ അഭികൃതം മുകുന്ദകീർത്തനം. ബോധപൂർവം ബുദ്ധിപൂർവം അല്ലാതെ ആണെങ്കിലും ചെയ്യപ്പെട്ട മുകുന്ദന്റെ കീർത്തനം, ഭഗവാന്റെ കീർത്തനം നൃണാം മനുഷ്യരുടെ അഖൗഖാൻ പാപസമൂഹങ്ങളെ അഗ്നി യഥാ ഏതാംസി അഗ്നി വിറകുകളെ എന്ന പോലെയും ഔഷധം യഥാ ഗദാൻ ഔഷധം രോഗങ്ങളെ എന്ന പോലെയും ദഹതി ദഹിപ്പിക്കുന്നു. അസ്യ മഹിമ ആ നാമകീർത്തനത്തിൻ്റെ നാമസങ്കീർത്തനത്തിൻ്റെ മഹിമ മാഹാത്മ്യം അങ്ങനെയുള്ളതാണ്. എപ്രകാരം അല്ലയോ ഗുരുവായൂരപ്പ തത്പുരുഷ ബഭാഷിരേ. ഇവിടെ വിഷ്ണുപാർഷകന്മാർ പറയുന്നത് ബോധപൂർവമല്ലാതെ ഭഗവൻ നാമം ഉച്ചരിച്ചാലും പാപസമൂഹം നശിക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു പാപമല്ല, എല്ലാ പാപങ്ങളും ഭഗവാന്റെ കീർത്തനം കൊണ്ട് നശിക്കും. 2 ഉദാഹരണമാണ്. എങ്ങനെ നശിക്കുന്നതാണ് ഈ പറയുന്നത്. തീ വിറകിൽ പറ്റിയാൽ വിറകിനെ ഭസ്മമാക്കും, അല്ലേ? അത് ബോധപൂർവം തീ കത്തിക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും അത് കത്തിയാലും മതി. അതുപോലെ തന്നെ രോഗത്തിന് നമ്മൾ ഔഷധം കഴിക്കുകയാണെങ്കിൽ അത് രോഗത്തെ നശിപ്പിക്കും. അപ്പോൾ ഔഷധം ചിലപ്പോൾ നമ്മൾ ഇഷ്ടമല്ലാതെ ആയിരിക്കും കഴിക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും രോഗം ശമിക്കും. അതുപോലെ തന്നെ ബോധപൂർവം നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിച്ചതാണെങ്കിൽ പോലും അത് തങ്ങളുടെ പാപസമൂഹത്തെ മുഴുവനും
നശിപ്പിക്കും. അപ്പോൾ ഭഗവൻ നാമകീർത്തനത്തിൻ്റെ ഒരു ഫലസിദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇതിലെല്ലാം തന്നെ പറയുന്നത്. മൃഡാമബുദ്ധ്യാഭി മുകുന്ദകീർത്തനം ദഹത്യഖൗകാൻ മഹിമാസ്യ താദൃശഃ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിധി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. അടുത്തത് ഇന്നത്തെ 10ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കുന്നത്. ഇതീരിതൈർ യാമ്യഭടൈരഭാശ്രിതേ ഭവദ്ഭടാനാഞ്ജഗണേ തിരോഹിതേ ഭവത് സ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാപി ഭവത്പടൈരസൗ. ഇതി ഇരിതൈഹി യാമ്യ ഭടൈഹി, ഇപ്രകാരം പറയപ്പെട്ട യാമ്യ യമന്റെ ഭടന്മാരാൽ അപാശ്രിതേ ഭവത് ഭടാനാം ഗണേ തിരോഹിതേച്ച, ആ യമഭടന്മാരാൽ തിരികെപ്പോയവരാകവേ, അതുപോലെ തന്നെ നിന്തിരുവടിയുടെ ഭടന്മാരാണെങ്കിലോ അവരും തിരിച്ചുപോയി. അങ്ങനെ അസൗ അജാമിളൻ കഞ്ചനകാലം കുറച്ചു കാലം ഭവസ്മൃതിം ആചരന് ഭവത് ഭടൈഹി ഭവത് പദം പ്രാപി, കുറേ കാലം കൂടി അജാമിളൻ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ മരണസമയം അടുത്തെങ്കിലും ഈ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ആ മരണം വിട്ടുപോയി അല്ലേ. യമഭടന്മാർ അദ്ദേഹത്തെ വിട്ടുപോയി. വിഷ്ണു പാർഷദന്മാരും ഇത്രയൊക്കെ അവരോടൊക്കെ സംസാരിച്ച ശേഷം അവിടെ നിന്ന് മറഞ്ഞുപോയി. അങ്ങനെ അജാമിളൻ മരണമടയാതെ തന്നെ അവിടെ ശേഷിച്ചു. എന്തോ ഒരു സ്വപ്നം കണ്ടതുപോലെ അജാമിളന് തോന്നി. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം സ്വപ്നം പോലെ കണ്ടുകൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ട് കുറേ കാലം കൂടി കഴിച്ചുകൂട്ടി. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചും ഈശ്വരനാമങ്ങൾ ഭജിച്ചും ഭഗവാനെ ധ്യാനിച്ചും കുറേ കാലം കഴിഞ്ഞപ്പോഴെന്നുണ്ടായി സാലോക്യമുക്തിക്ക്, സാരൂപ്യ സാരൂപ്യമുക്തി എന്ന് നമ്മൾ പറയും. അയാൾ അർഹനായി തീർന്നു. അപ്പോൾ വിഷ്ണു പാർഷദന്മാർ വീണ്ടും അയാളുടെ അടുക്കലെത്തി. ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ച അജാമിളൻ വിഷ്ണു പാർഷദന്മാരെ പോലെ തന്നെ ചതുർബാഹുവും ശംഖചക്ര ഗദാപത്മധാരിയും പീതാംബരവും കിരീടകുണ്ടലങ്ങളും ഒക്കെ അണിഞ്ഞ് ശോഭിക്കുന്നതായിട്ടുള്ള ഒരു രൂപം ധരിച്ച് അദ്ദേഹത്തെ സുവർണ വിമാനത്തിൽ കയറ്റി വിഷ്ണു പാർഷദന്മാർ വൈകുണ്ഠത്തിൽ വിഷ്ണുവിൻ്റെ ലോകത്ത് എത്തിച്ചു അല്ലേ. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. വിഷ്ണു ലോകത്ത് എല്ലാവരും വിഷ്ണുവിൻ്റെ രൂപം പോലെയാണ് അല്ലേ. അപ്പോൾ അവസാനം അജാമിളനും അതേ രൂപം ധരിക്കുകയും ശരീരം ഉപേക്ഷിച്ച ശേഷം ആ വിഷ്ണുവിൻ്റെ ശരീരം പോലെയുള്ള രൂപം ധരിച്ച് വിഷ്ണുവിൻ്റെ ആളുകളെ വൈകുണ്ഠത്തിൽ എത്തിച്ചു. ഇതീരിതൈര്യാമ്യഭടൈരഭാശ്രിതേ ഭവദ്ഭടാനാഞ്ജഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാപി ഭവത്പടൈരസോ. 22ാം ദശകം അവസാനിക്കുകയാണെന്ന്. അവസാനത്തെ ശ്ലോകം
11-ാമത്തെ ശ്ലോകം. കിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാന ശിശിക്ഷതുച്ഛകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. ഈ അജാമിള മോക്ഷം കൊണ്ട് ഒരു കാര്യമുണ്ട്. എന്താണ്? യമന്റെ ഭടന്മാര് യമരാജാവിൻ്റെ അടുത്ത് നിന്ന് ഈ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി അജാമിളിനെ എൻ്റെ ആത്മാവിനെ കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണു പാർഷദന്മാർ വന്ന് ഞങ്ങളെ തടഞ്ഞു. ഞങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വിഷ്ണുവിനെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപം മുഴുവനും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ വിടൻ എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം യമരാജാവ് യമധർമ്മൻ മനസ്സിലാക്കി. അപ്പോൾ യമന് ആഘോഷമായി പറഞ്ഞു, ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യുക, വിഷ്ണുവിനെ ഭജിക്കുന്ന ആളുകളെ, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ ഒരു കാരണവശാലും നിങ്ങൾ പോയി കെട്ടിക്കൊണ്ട് കയറും കൊണ്ട് കെട്ടി കൊണ്ടുവരരുത്. യമഭടർ പല വകക്കാരുണ്ടെന്ന് ഊഹിക്കണം. പാപികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ചുമതലപ്പെട്ടവരാണ് അജാമിളനെ സമീപിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അവർ അവരുടെ കടമ നിർവഹിക്കുകയേ ചെയ്തുള്ളൂ. മുമ്പുണ്ടായിരുന്ന ധർമ്മനിഷ്ഠമായ ജീവിതത്തിൻ്റെ പ്രേരണ കൊണ്ട് ഭഗവാന്റെ നാമം, മകൻ്റെ നാമം ആണെങ്കിൽ പോലും ഭഗവാന്റെ നാമം മരണസമയം എടുത്തപ്പോൾ നാരായണ എന്ന് വിളിച്ചതും പാപങ്ങളെല്ലാം നശിച്ചതും അവർക്കറിയില്ലായിരുന്നു. അജാമിളന് മരണസമയം അടുത്തില്ല എന്ന സത്യം അയാൾ പിന്നെ കുറേ കാലം ജീവിച്ചു എന്നതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, അല്ലേ? അജാമിളൻ്റെ ആയുസ് വിഷ്ണു പാർഷദന്മാർ നീട്ടിക്കൊടുത്തതാണോ എന്നൊന്നും ഭാഗവത്തിലും പറയുന്നില്ല. എങ്കിലും ആ ഒരു ഭഗവാന്റെ നാമോച്ചാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ നശിച്ചുവെങ്കിലും നശിച്ചു. അതുകൊണ്ട് തന്നെ കുറേ കാലം കൂടി ആ രീതിയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഇരിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ അജാമിളിന് കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് അജാമിളൻ ശരിക്ക് പാപകർമ്മിയല്ല. ആ ഒരു സാഹചര്യം അദ്ദേഹത്തിനെ അങ്ങനെ ആക്കിയതാണ്, അല്ലേ? അപ്പോൾ അതും ഒരു കാരണം തന്നെയാണ്. അവസാനം കുറച്ചു കാലം ഭഗവാനെ വഹിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് ഊഹിക്കാം. അപ്പോൾ പാപവും ദുരിതവും എല്ലാം തന്നെ ഈശ്വരനാമ സങ്കീർത്തനം കൊണ്ട് നശിപ്പിക്കാവുന്നതാണ്. പാപം കൊണ്ട് മറഞ്ഞിരുന്നാലും പുണ്യം അത് വീണ്ടും കൂമ്പെടുത്ത് തളിരിട്ട് വരും എന്ന് ഈ അജാമിളോപാഖ്യാനം കൊണ്ട് കവി പറയുന്നു. ഭാഗവതത്തിലും ഈ കാര്യം തന്നെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെന്ത് പാപം എന്ന് വെച്ച് എല്ലാ പാപവും ചെയ്യണമെന്നല്ല, പാപത്തിൽ നിന്ന് മുക്തി നേടണം. അത് ചെയ്യാനുള്ള ആ ഒരു പ്രേരണ നമുക്ക് ഇല്ലാതാക്കി തരണം. ഇതിനെല്ലാം കഴിയുന്ന ഒരു സംഭവം എന്താണ്? നമ്മൾ ഭഗവാനെ എന്നും എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുക, ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ പാപങ്ങളും നശിച്ച് ഒരു പുണ്യാത്മാവായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. സ്വകിങ്കരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാന ശിശിക്ഷതുച്ഛകൈ സദേവ വാതാലയനാഥ പാഹി മാം. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ ഞങ്ങളെ രക്ഷിക്കണമേ. ശാന്തി.